Transparent mode. Noise cancelling. Drama. Yeah, I've been running and running to keep it 100. It's all that I wanted, but lately I don't get the stomach. The higher the summit, the harder the plummet. They know me all over this planet. നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് നമ്മുടെ ചാനലിൽ വന്നേക്കുന്നത് റിയൽമിയുടെ ഏറ്റവും പുതിയ ട്രൂലി വയർലെസ് ഹെഡ്ഫോൺസ് ആയ റിയൽമി ബഡ്സ് എയർ 2 പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. റിയൽമി ഇതിന് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. 3299 രൂപയാണ് റിയൽമി ബഡ്സ് എയർ 2ൻ്റെ വില. റിയൽമി നമ്മുടെ മാർക്കറ്റിൽ ഒരുപാടധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലായാൽ പോലും ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ പോലെയുള്ള പ്രീമിയം ഹെഡ്ഫോൺസിൽ കണ്ടുവന്നിരുന്ന ഫീച്ചേഴ്സ് എല്ലാം ഇവർ ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ റിയൽമി ബഡ്സ് എയർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേരിയൻ്റ് എന്ന് വേണേൽ പറയാം. അതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപാടധികം മേജർ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ ഒരു പ്രോഡക്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ വയർലെസ് ചാർജിങ് ഇതിൽ അവൈലബിൾ അല്ല. അപ്പോൾ നേരത്തെ ബഡ്സ് എയർ എന്ന് പറയുന്ന ആദ്യത്തെ വേരിയൻറ്റിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റിലുള്ള ബഡ്സ് എയർ പ്രോ എന്ന് പറയുന്ന വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സെയിം ഡിസൈൻ എലമെൻസും കാര്യങ്ങളുമാണ് ഇതിലുള്ളത്. ചെറിയ ചെറിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഉള്ളൂ. റിയൽമി ബഡ്സ് എയർ പ്രോയെ അപേക്ഷിച്ച് 1700 രൂപയോളം കുറവാണ് പുതിയ ബഡ്സ് എയർ 2-ന്. അപ്പോൾ എന്തൊക്കെയാണ് റിയൽമി ബഡ്സ് എയർ 2ൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള പുതിയ ടെക്നോളജി വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ അൺബോക്സ് ചെയ്ത് ആരംഭിക്കാം. ഓക്കെ, ബോക്സിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഇമേജും നൽകിയിട്ടുണ്ട്. റിയൽമി ബഡ്സ് എയർ 2 എന്ന് എഴുതിയേക്കുന്നു. സൈഡിൽ രണ്ടും റിയൽമി ബ്രാൻഡിംഗ് ആണുള്ളത്. പിന്നെ പുറകിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈലൈറ്റ്സ് ആണ് നൽകിയേക്കുന്നത്. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ, 24 hour ടോട്ടൽ പ്ലേ ബാക്ക്, 88 millisecond സൂപ്പർ ലോ ലേറ്റൻസി എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് പഴയ ഹെഡ്ഫോണുകളെ അപേക്ഷിച്ച് വീണ്ടും അവരത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 10 mm ഹൈ ബേസ് ബൂസ്റ്റ് ഡ്രൈവർ എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ ഇതിൽ ട്രാൻസ്പെറൻസി മോഡ് അവൈലബിൾ ആണ്. 10 മിനിറ്റ് കൊണ്ട് 120 minutes പ്ലേ ബാക്ക് വരെ ലഭിക്കുമെന്ന് ഇതിൽ എഴുതിയിരിക്കുന്നു. പിന്നെ ഇവിടെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ നൽകിയിരിക്കുന്നു. മോഡൽ നെയിം എഴുതിയിട്ടുണ്ട്. ഇൻപുട്ട് 5 volt 500 mAh ആണ്. IPX5 റേറ്റിംഗ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. താഴെ വർക്ക്സ് വിത്ത് റിയൽമി ലിങ്ക് എന്ന് എഴുതിയിരിക്കുന്നു. ഓക്കെ, നമുക്കിനി ബോക്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ് പുറത്തെടുക്കാം. ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ യൂണിറ്റ്. ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് കൂടെ ചെക്ക് ചെയ്യാം. ഇതിലൊരു യൂസർ മാനുവൽ ഉണ്ട്. ഇതിൻ്റെ വർക്കിംഗ് പ്രൊസീജിയറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ബാക്കി എന്തൊക്കെയാണുള്ളതെന്നും കൂടെ ചെക്ക് ചെയ്യാം. ഇതിൽ പിന്നെ ഒരു 4 ഇയർ ടിപ്സ് വരുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു യെല്ലോ കളർ ചാർജിങ് കേബിളും വരുന്നുണ്ട്. ഇതൊരു ടൈപ്പ് സി കേബിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ബോക്സിലുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് നോക്കാം. ഇതൊരു പ്ലാസ്റ്റിക് കവറിലാണ് വന്നേക്കുന്നത്. നമുക്ക് അത് ആദ്യം പീൽ ചെയ്യാം. ഇച്ചിരി പരന്ന ടൈപ്പ് കേസാണ് കേട്ടോ. സാധാരണ വരുന്ന പോലത്തെ കേസല്ല, ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഒരു കേസാണ്. ഇവിടെ ഒരു റിയൽമി ബ്രാൻഡിംഗ് ഉണ്ട്. ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ കാണാം. താഴെയാണ് ടൈപ്പ് സി കണക്ടർ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബട്ടണും കാണാൻ സാധിക്കും. ഓക്കെ, അത് പ്രസ് ചെയ്തപ്പോൾ ഇത് ചാർജ് ഇൻഡിക്കേഷൻ കാണിച്ചതാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർബഡ്സ്. ഈ ഇയർബഡ്സ് കാണാനായിട്ട് സിൽവറും വൈറ്റും കൂടെ ചേർന്നൊരു കളറാണ്. ഇതിൻ്റെ സ്റ്റെം വരുന്നത് സിൽവർ ഒരു ക്രോം ഫിനിഷും ഇയർബഡിൻ്റെ പീസ് വരുന്നത് വൈറ്റ് കളറുമാണ്. അടിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജിങ് ടെർമിനൽസ് കാണാം. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ നിന്നും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഇൻഡിക്കേഷൻ നൽകിയിരിക്കുന്നു. നമുക്കിനി ഇതിൻ്റെ പെയറിംഗ് പ്രോസസ്സ് കൂടെ നോക്കാം. അതിനായിട്ട് ചെയ്യേണ്ടത് ഈ ഹെഡ്ഫോൺസ് തിരിച്ച് ഇതിലേക്ക് തന്നെ ഇടുക. ദെൻ നമ്മൾ ഈ കവർ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവൈസ് തമ്മിൽ പെയർ ആവും. ഓക്കെ, അങ്ങനെ റിയൽമി ബഡ്സ് എയർ 2 ഡിവൈസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ പോയി കിടന്ന് സെർച്ച് ചെയ്ത് പെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഗൂഗിളിൻ്റെ ഫാസ്റ്റ് പെയറിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഈസിയാണ് കണക്ട് ചെയ്യാനായിട്ട്. നമ്മുടെ ആപ്പിളിൻ്റെ എയർപോഡ്സ് ഒക്കെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ നിസ്സാരമായിട്ട് നമുക്ക് ഇതും കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ആയിട്ടുണ്ട്. എന്നാലും ഇതിന് കുറേ ആഡഡ് ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയൽമി ലിങ്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ബീറ്റ വെർഷനാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ പ്രോഡക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ലോഞ്ച് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ സെറ്റപ്പ് പ്രോസസ്സ് ഇതിൽ അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ടെസ്റ്റ് വെർഷൻ ആപ്ലിക്കേഷനാണ് കിട്ടിയേക്കുന്നത്. ഈ റിയൽമി ലിങ്ക് ആപ്ലിക്കേഷൻ്റെ ഹോം പേജിൽ നിന്നിട്ട് ഇവിടെ പ്ലസ് എന്നുള്ള ബട്ടൺ ഞെക്കുക. അപ്പോൾ തന്നെ ഇവിടെ നിങ്ങളുടെ ഡിവൈസ് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണക്റ്റഡ് കാണിക്കും. ഇത്ര സിമ്പിളാണ് ഇതിൻ്റെ പെയറിംഗ് പ്രോസസ്സ്. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് ഇയർബഡിൻ്റെ റൈറ്റ് ഇയർബഡിൻ്റെയും ചാർജ് പെർസെൻറ്റേജ് കാണാം. പിന്നെ താഴോട്ട് നോക്കുകയാണെങ്കിൽ നോയിസ് കൺട്രോൾ എന്നുള്ള ഓപ്ഷനാണ്. അതിൽ നോയിസ് ക്യാൻസലേഷൻ, ജനറൽ, ട്രാൻസ്പെറൻസി എന്നീ ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ മോഡ് സ്വിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇയർബഡ്സ് ചെവിയിൽ വെക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് തമ്മിൽ ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. ഇനി അതല്ല ഇയർബഡിൽ നിന്ന് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ തന്നെ ഗെയിം മോഡ് കാണാം. 88 millisecond ഇതിൻ്റെ ലേറ്റൻസി മാറും ഗെയിം മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൂടാതെ ഇതിൽ വന്ന പുതിയൊരു പ്രത്യേകത, സൗണ്ട് എഫക്ട്സിൽ 3 ഈക്വലൈസേഴ്സ് ഇവർ നൽകിയിട്ടുണ്ട്. ക്ലിയർ, ലൈവ്ലി, ബേസ് ബൂസ്റ്റ് എന്ന് പറഞ്ഞ 3 സൗണ്ട് എഫക്ട്സ് നമുക്ക് തമ്മിൽ ചേഞ്ച് ചെയ്യാം.
പിന്നെ ഉള്ളത് ഇൻ ഇയർ ഡിറ്റക്ഷനും ഓട്ടോ ആൻസറിങ്ങുമാണ്. അപ്പോൾ നമ്മുടെ ചെവിയിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കോൾസ് ഒക്കെ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൻസർ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്തിടാം. അതല്ലാതെ ഇൻ ഇയർ ഡിറ്റക്ഷൻ ഉണ്ട്. നമ്മുടെ ചെവിയിൽ നിന്ന് ഈ ഹെഡ്സെറ്റ് ഊരുകയാണെങ്കിൽ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന മീഡിയ ഓട്ടോമാറ്റിക്കലി പോസ് ആവും, തിരിച്ച് വെക്കുമ്പോഴത്തേക്ക് പ്ലേ ആവും, അങ്ങനെയുള്ള ഓപ്ഷൻ. പിന്നെ താഴോട്ട് വരികയാണെങ്കിലാണ് ഇതിൻ്റെ ആക്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ലെഫ്റ്റ് ഇയർബഡിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ പോസ് ചെയ്യണം, റൈറ്റ് ഇയർബഡിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ട്രാക്കിലോട്ട് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അത് വളരെ നല്ലൊരു ഉപകാരപ്പെട്ടൊരു സംഭവം തന്നെയാണ്. പിന്നെ ഇതിൽ 2 ഇയർബഡ്സും ഒരുമിച്ച് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോയിസ് കൺട്രോൾ മോഡ്സ് ആണ് ചേഞ്ച് ആകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്തിടാം എന്തൊക്കെ എവിടെയൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ റൈറ്റ് ഇയർബഡിൽ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് അസിസ്റ്റൻറ്റ് വരുന്ന രീതിയിലാണ് ഇതിൽ എനേബിൾ ചെയ്തിടാൻ പോകുന്നത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ഹോട്ട് വേർഡ് യൂസ് ചെയ്ത് ഓക്കെ ഗൂഗിൾ എന്നുള്ള വെയ്ക്ക് കമാൻഡ് കൊടുത്തിട്ട് വെയ്ക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ 3 ദിവസത്തോളമായിട്ട് റിയൽമി ബഡ്സ് എയർ 2 ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയെ പറ്റി പറയാം. നോർമൽ മോഡിൽ നല്ല മികച്ച ഓഡിയോ ക്വാളിറ്റി തന്നെ തരുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ റിയൽമി ബഡ്സ് എയർ 2. അപ്പോൾ ഇതിലെ വോക്കൽസൊക്കെ നല്ല ക്ലിയർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ബേസ് അത്ര ഹെവി അല്ല, പക്ഷേ ഇതിൽ ഈക്വലൈസറിൽ ബേസ് ബൂസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ അതിലൊരു ക്വാളിറ്റി ഡിഫറൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ പ്രശ്നമൊന്നും തോന്നാൻ ചാൻസ് ഇല്ല. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ വോളിയം എൻഹാൻസർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും ഉണ്ട്. അത് എനേബിൾ ചെയ്തിടുമ്പോഴത്തേക്ക് ഓഡിയോയുടെ ലെവൽ നല്ല രീതിക്ക് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റിയും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇതിൻ്റെ ഇയർബഡിന് 4.1 ഗ്രാം മാത്രമാണ് വെയിറ്റ് ഉള്ളത്. അതായത് ഒരു A4 ഷീറ്റ് പേപ്പറിനെക്കാട്ടിലും വെയിറ്റ് കുറവാണ് ഈ ഒരു സംഭവത്തിന്. അത് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് അറിയത്തുപോലില്ല, ചെറിയൊരു സാധനം അവിടെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനാണ്. അപ് ടു 25 ഡെസിബിൾസ് വരെയാണ് ഈ ഒരു പ്രോഡക്റ്റിന് നോയിസ് ക്യാൻസലേഷൻ ഉള്ളത്. പഴയ ബഡ്സ് എയർ പ്രോ വേരിയൻറ്റിനെ വെച്ച് നോക്കുമ്പം അതിന് 35 ഡെസിബിൾസ് വരെ ആയിരുന്നു അതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ. എന്നാൽ ഇതിൽ ചെറിയൊരു കുറവുണ്ട്, 25 ഡെസിബിൾസ് ആണ് ഇതിൽ വരുന്നത്. ഇൻ ഇയർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു നോയിസ് ഐസൊലേഷൻ ഇത് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനും കൂടെ വരുമ്പം വളരെ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കാഴ്ചവെക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. പ്രീമിയം ഹെഡ്സെറ്റ് ഒന്നും അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ്റെ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ വ്യക്തമായിട്ടൊരു ഐഡിയ തരാം. ഇപ്പോൾ നമ്മളൊരു റൂമിലൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ റൂം നോയിസ് അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസിയിലുള്ള ട്രാഫിക് നോയിസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ റൂമിലിരിക്കുമ്പം വെളിയിൽ വഴി കൂടെ പോകുന്ന വണ്ടിയുടെ സൗണ്ട്സ് ഒക്കെ കേൾക്കാറുണ്ടല്ലേ, അങ്ങനത്തെ സൗണ്ടൊക്കെ ഇത് നൈസായിട്ട് കട്ട് ചെയ്യും. പക്ഷേ ഹ്യൂമൻ വോയിസ് അത്ര ഇതായിട്ട് കട്ട് ചെയ്യത്തില്ല. കാരണം 25 ഡെസിബിൾസ് വരെ ഉള്ള ഓഡിയോ ആണ് ഇത് നോയിസ് ക്യാൻസൽ ചെയ്യുന്നത്. ആൾക്കാരിപ്പം രഹസ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കത്തില്ല. പക്ഷേ അത്യാവശ്യം സംസാരിക്കുന്ന പോലെ സാധാരണ രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ചെറുതായിട്ട് കേൾക്കാൻ സാധിക്കും. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ വാട്ടർ റെസിസ്റ്റൻസിനെ പറ്റി പറയാം. ഇത് IPX5 റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നോർമൽ യൂസേജിൽ IPX4 തന്നെ ധാരാളമാണ്. സാധാരണ നമ്മൾ സ്പ്ലാഷസ് ഒക്കെയാണ് ഈ ഹെഡ്ഫോൺസിൽ അടിക്കാറ്, അതായത് വേർപ്പ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മഴയത്തൊക്കെ പോകുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിലേക്ക് വെള്ളം കയറാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ IPX5 എന്ന് പറയുമ്പം സ്ട്രോങ് ആയിട്ടുള്ള വാട്ടർ ജെറ്റ്, അതായത് നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്യുന്ന രീതിയിലുള്ള അത്രയും പ്രഷർ വരെ താങ്ങുന്ന രീതിയിലുള്ളൊരു വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു പ്രോഡക്റ്റിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു കൺസ്യൂമർ സൈഡിൽ നിന്ന് നോക്കുമ്പം അത് ആക്ച്വലി ഒരു ബെനിഫിറ്റ് തന്നെയാണ്. ഇനി അടുത്തായി നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ മൈക്രോഫോൺ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വേറൊരു ഫോണിലേക്ക് ഡയൽ ചെയ്തിട്ട് ആ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ ആണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് റിയൽമി ബഡ്സ് എയർ 2 നിന്നുള്ള മൈക്രോഫോൺ ക്വാളിറ്റിയാണ്. ഈ കോൾ ഞാനിപ്പോൾ മറ്റൊരു ഫോണിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതൊരു റൂമിനകത്തുനിന്ന് റെക്കോർഡ് ചെയ്യുന്ന സൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണാം. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റിയും ചാർജിങ് പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം. ഈ ഇയർബഡ്സ് ഈ കേസിലിട്ട് ചാർജ് ചെയ്യാനായിട്ട് 1 മണിക്കൂറാണ് വേണ്ടത്, അതായത് 0 to 100 ചാർജ് ആകാനായിട്ട്. പിന്നെ ഈ കേസിൽ നമ്മൾ ഈ ഇയർബഡ്സ് പ്ലേസ് ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റ് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ബാറ്ററി ലൈഫ് 2 hours ആയിരിക്കും കിട്ടുക. പിന്നെ 22.5 മണിക്കൂറാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ട് ഇവർ പറയുന്നത്. 25 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ബാക്ക് ടൈം പറയുന്നത് ANC ഓഫ് ആണെങ്കിൽ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തത് ANC ഓൺ ആക്കിയിട്ടാണ്. ഇപ്പോൾ 3 ദിവസത്തോളമായി യൂസ് ചെയ്യുന്നു. ഇപ്പം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കേസിൻ്റെ 50%ലാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 80% ചാർജ് ഇയർബഡ്സിന് രണ്ടും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു യൂസ് കേസിൽ ഇതൊരു 4-5 ദിവസം ഈസി ആയിട്ട് ലാസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഓവറോൾ യൂസേജ് അനുസരിച്ചിരിക്കും. അപ്പോൾ 25 hour ടോട്ടൽ പ്ലേ ബാക്ക് പറയുന്നത് അറ്റ് 50% വോളിയം. ഞാനിപ്പോൾ 50% വോളിയം അല്ലെങ്കിൽ 70%, അതിൽ കൂടുതൽ ഞാൻ പോയിട്ടില്ല. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൾവേസ് ഓൺ ആയിരിക്കും. പിന്നെ ഇടയ്ക്ക് ട്രാൻസ്പെറൻസി മോഡിലേക്കും ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ തികച്ചും വാല്യൂ ഫോർ മണി എന്ന് തന്നെ വിളിക്കാം. ഈ ഒരു പ്രൈസിങ് റേഞ്ചിൽ ഇത്രയധികം ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ച് വരുന്ന ഒരു കിഡിലൻ ഹെഡ്സെറ്റ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും, അവിടെ നിന്ന് കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.